അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു കൊടുത്തു സഹാബത്തിന്. അത് ലോകത്തങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തെന്നാൽ ഒരു കപ്പൽ പുറപ്പെടുകയാണ്. കപ്പലിൻ്റെ താഴെ തട്ടിലും യാത്രികരുണ്ട്, കപ്പലിൻ്റെ മുകളിലെ തട്ടിലും യാത്രക്കാരുണ്ട്. യാത്രക്കാർ തിങ്ങി നിറഞ്ഞ ഒരു നേരത്ത് കപ്പൽ ആഴക്കടലിലേക്ക് നീങ്ങുകയാണ്. കപ്പലിൽ കുറേ പണക്കാരായ മേലാളന്മാരുണ്ട്. അവരൊക്കെ കപ്പലിൻ്റെ മുകളിലെ തട്ടിലാണ്. കുറേ പണിക്കാരും പാവങ്ങളുമായിട്ടുള്ള കീഴാളന്മാരുണ്ട്. അവരൊക്കെ കപ്പലിൻ്റെ താഴെ തട്ടിലുമാണ്. ജീവിതത്തിൽ ഒരിക്കലും കപ്പൽ യാത്ര കണ്ടിട്ടില്ലാത്ത പുണ്യ റസൂലാണിത് പറയുന്നതെന്ന് ഓർക്കണം. ഇന്നും കപ്പലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കപ്പലിൻ്റെ ഫസ്റ്റ് ക്ലാസ് പ്രവർത്തിക്കുന്നത് മുകളിലെ തട്ടിലും അതിൻ്റെ തേർഡ് ക്ലാസ്സും മറ്റുമൊക്കെ താഴെ തട്ടിലുമാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ പുണ്യനബി പറഞ്ഞു, മേലെ തട്ടിലൊക്കെ കുറേ മേലാളന്മാരും താഴെ തട്ടിലൊക്കെ കുറേ കീഴാളരുമായിരുന്നു. അങ്ങനെ കപ്പൽ പുറപ്പെട്ടു പോയി, യാത്രയാരംഭിച്ചു. ആഴക്കടലിലെത്തി. കപ്പലിൻ്റെ മുകൾ തട്ടിലാണ് കുടിവെള്ളമുള്ളത്. എല്ലാവർക്കും കുടിക്കാൻ ആവശ്യമായ വെള്ളം കപ്പലിൻ്റെ മുകൾ തട്ടിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. താഴെ തട്ടിൽ നിന്നും പാവപ്പെട്ട ആളുകൾ വെള്ളം കുടിക്കാൻ മുകളിലത്തെ തട്ടിലേക്ക് പോകും. അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ വെള്ളം കപ്പൽ ആടി ഉലഞ്ഞെന്ന് വരും. വെള്ളം പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പണക്കാരൻ്റെ കുപ്പായത്തിൽ തെറിച്ച് വീണെന്ന് വരും. അങ്ങനെ കുറേ മുന്നോട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞു കടന്നു. പണക്കാരെല്ലാവരും പാടെ കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിച്ചു. അവരൊരു യോഗം ചേർന്നു. ആ യോഗത്തിൽ അവരൊരു കാര്യം തീരുമാനിച്ചു. എന്തായിരുന്നു ആ തീരുമാനമെന്നറിയുമോ? ഇനി താഴെ തട്ടിൽ നിന്നാരും ഇങ്ങോട്ട് വെള്ളത്തിന് വരണ്ട. പാവങ്ങൾ വെള്ളത്തിന് ചെല്ലുന്നത് അവർക്കൊരു പ്രയാസമായിട്ടും അസൗകര്യമായിട്ടും ശല്യമായിട്ടും തോന്നി. ഇനി ആരും താഴെ തട്ടിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളത്തിന് വരണ്ട എന്ന് മേലെ തട്ടിലുള്ളവർ ഒത്തൊരുമിച്ച് തീരുമാനമെടുത്തു. അവർ യോഗം ചേർന്നു, തീരുമാനം പാസാക്കി. ഈ വിവരം താഴെ തട്ടിലുള്ളവരെ പോയിട്ട് അറിയിച്ചു. ഇനി ആരും മുകളിലെ തട്ടിലേക്ക് വെള്ളത്തിന് വരണ്ട. അപ്പോൾ താഴെ തട്ടിലുള്ള എല്ലാവരും പോയി മുകളിലത്തെ തട്ടിലുള്ള ആളുകളുടെ വിവരം ചർച്ച ചെയ്തു. അവരും ഒരു യോഗം ചേർന്നു. അവരും ഒരു പ്രമേയം പാസാക്കി. അവരെല്ലാവരും പാടെ ചേർന്നിട്ട് എടുത്ത തീരുമാനം ഇതായിരുന്നു: എന്നാൽ ഇനി വെള്ളത്തിന് മുകളിലോട്ട് പോകണ്ട, നമുക്ക് കപ്പലിനൊരു ദ്വാരമുണ്ടാക്കാം, കപ്പലിനൊരു ഓട്ടയുണ്ടാക്കാം. ഇത് പറഞ്ഞുകൊണ്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചു കൊണ്ടിരുന്നു. എന്തായിരിക്കും അവസ്ഥ? ഓടിക്കൊണ്ടിരിക്കുന്ന ആഴക്കടലിൽ ഓടുന്ന കപ്പലിന് ദ്വാരമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? എല്ലാവരും അതിൽ നഷ്ടപ്പെട്ടു പോകില്ലേ എന്ന് സ്വഹാബത്തിൻ്റെ നേരെ ചോദിച്ചുകൊണ്ട് പുണ്യ റസൂൽ മൗനം അവലംബിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ലോകം ഒരു കപ്പൽ പോലെ. ഇത് എല്ലാ ഒരു സമൂഹത്തിനോടും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഉപമയാണ്. ലോകം ഒരു കപ്പൽ പോലെ, ഒരു രാജ്യം ഒരു കപ്പൽ പോലെ, ഒരു വീട് ഒരു കപ്പൽ പോലെ. അതിൽ കുറേ പണക്കാരും കുറേ പണിക്കാരും, കുറേ പാവങ്ങളും കുറേ ഉന്നതരും കുറേ മേലാളരും കുറേ കീഴാളരുമുണ്ട് എന്ന് വെച്ച് മുകളിലത്തെ തട്ടിലുള്ള മേലാളന്മാരെല്ലാവരും പാടെ ചേർന്ന് വെള്ളത്തിനിങ്ങോട്ട് വരണ്ട എന്ന കുടിവെള്ളം മുടക്കിയപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളും മറുപടി പറഞ്ഞില്ല, കുടിവെള്ളം മുടക്കരുതേ എന്ന്. ആ പ്രമേയത്തെ എല്ലാവരും ഒന്നടങ്കം അനുകൂലിക്കുകയാണ് കണ്ടത്. താഴെ തട്ടുള്ളവർ യോഗം ചേർന്നു. എല്ലാവരും ചേർന്ന് കപ്പലിന് ദ്വാരമുണ്ടാക്കാമെന്ന് തീരുമാനിച്ചപ്പോഴും അവരും ആരും പറഞ്ഞില്ല, അപകടം ചെയ്തു പോകരുത്, കപ്പലിന് ദ്വാരമുണ്ടാക്കരുത് എന്ന്. അപ്പോൾ നാം ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മളെല്ലാവരും ഒരു കപ്പലിലെ യാത്രികരെ പോലെയാണ്. കപ്പലിൽ പല വിധത്തിലുള്ള ജനങ്ങളുണ്ട്, പല അസൗകര്യങ്ങളുണ്ട്. അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും
ഒരു കപ്പലിലെ യാത്രികരെ പോലെ കപ്പലെന്ന മഹാലോകത്ത് നാം ജീവിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തന്ന കഥയുടെ പാഠം നമുക്കൊക്കെ ഒരു പാഠമാകേണ്ടതാണ്. എന്ന് വെച്ചാൽ പരസ്പരം തമ്മിലുള്ള സൗഹൃദം ഒരു വീട്ടിലാണെങ്കിലും ഒരു നാട്ടിലാണെങ്കിലും ഒരു രാഷ്ട്രത്തിലാണെങ്കിലും ലോകത്ത് മൊത്തത്തിലാണെങ്കിലും അതാവശ്യമാണ്. ഇല്ലെങ്കിൽ കപ്പലെന്ന് പറയുന്ന ഈ മഹാലോകം ദോരങ്ങൾ വീണ് സുഷിരങ്ങൾ വീണ് നാമാവശേഷമാക്കും. ഈ വലിയ മഹാസങ്കല്പങ്ങൾക്ക് മുന്നിൽ ഒരു സ്വലാത്തോടുകൂടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.